ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഉമ്മയും കൊണ്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ ഇന്നത് വർക്കലയിലോട്ടാണ് ഗൈസ്. അവിടെ വന്ന് നമ്മൾ കപ്പലണ്ടിയൊക്കെ മേടിച്ചു. ആ ചേട്ടൻ ദേ ബാലരമയിലെ ഒരു പേജ് കീറി നമുക്ക് കപ്പലണ്ടിയൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്ന് നേരെ ചെന്നപ്പോഴാണ് നമ്മൾ പെപ്സിക്കോടെ ഈ ഒരു പരിപാടി കണ്ടത്. സംഭവം വേറെ ഒന്നുമല്ല, അവർ 3 ചാൻസ് തരും. നമ്മൾ ബോൾ അടിച്ച ഗോൾ പോസ്റ്റിൽ ഇടുക. 3 ചാൻസും നമ്മൾ അടിച്ചിടുവാണെങ്കിൽ നമുക്കൊരു പെപ്സിയുടെ ടീഷർട്ട്, 2 ഗോൾ അടിച്ചിടുവാണെങ്കിൽ നമുക്കൊരു പെപ്സി ക്യാൻ, പിന്നെ ഒന്നും അടിച്ചില്ലെങ്കിൽ ഒന്നുമില്ല, വീട്ടിൽ പൊക്കോളാൻ പറയും, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളത് ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മളവിടെ നിന്നു ഗൈസ്. അങ്ങനെ ഇതാ ഇത്രയും ദൂരത്തുനിന്ന് വേണം നമ്മളത് അടിച്ചിടാൻ. അവർ നിന്ന് ആ ഷീറ്റിൻ്റെ വലുപ്പം അങ്ങ് കൂട്ടി അങ്ങ് വരെ കൊണ്ടുപോയി ഗൈസ്. പിന്നെ ആദ്യം വന്ന ചേട്ടൻ ദേ ഗോൾ പോസ്റ്റോടെ അടിച്ചങ്ങ് തകർത്ത്. എന്തായാലും പുള്ളി ഭയങ്കര എനർജിയിലായിരുന്നു. അങ്ങനെ പുള്ളി അടിച്ചിട്ട് ദേ 3 ഗോളും അടിച്ചിട്ടുണ്ട്. എന്തായാലും പുള്ളിക്ക് കിട്ടിയത് ഒരു പെപ്സിയുടെ ടീഷർട്ടാണ് ഗൈസ്. ഇവിടെ കൂടെ നിന്ന ചേട്ടൻ അവിടെ ദാ വലിയ സ്പീക്കറിലെ പാട്ടിന് സൗണ്ട് പോരാന്നും പറഞ്ഞ് ചേട്ടൻ അതിലും വലിയ സ്പീക്കർ വെച്ചുകൊണ്ട് പാട്ട് വെച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തായാലും ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അങ്ങനെ ചേട്ടൻ ഒരു പെപ്സിയുടെ ടീഷർട്ടും കിട്ടി. പിന്നെ നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ അടുത്ത് വെച്ചാണ് ഗൈസ് അവിടെ ഗോൾ അടിക്കാൻ കൊടുത്തത്. പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് ഗൈസ്. അങ്ങനെ കിട്ടിയതാണ് ഈ ഒരു പെപ്സി. അങ്ങനെ എന്തായാലും പെപ്സി കിട്ടിയപ്പോൾ ഞാനും ഹാപ്പി, എന്നെക്കാളും ഹാപ്പി എൻ്റെ മാതാജിയായിരുന്നു ഗൈസ്. പിന്നെ നമ്മളിവിടെ കണ്ടത് ഇതാ കണ്ട ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കാൻ വേണ്ടി ചില്ലറ ഇല്ലെന്ന് പറഞ്ഞാലും വിഷമിക്കേണ്ട. ചേട്ടൻ QR കോഡൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഭയങ്കര അപ്ഡേറ്റഡ് ആണ് ഗൈസ്. ഇതെന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളവിടെ കുറേ നേരം കടലൊക്കെ കണ്ട് നിന്ന്. എന്തായാലും കാല് നനയ്ക്കാനൊന്നും പറ്റത്തില്ല ഗൈസ്. മഴയൊക്കെ പെയ്ത് കടലൊക്കെ എങ്ങനെ കയറി കിടക്കുന്നത് കൊണ്ട് അവിടെ ലൈഫ് ഗാർഡ്സ് നമ്മുടെ കാല് നനയ്ക്കാനൊന്നും സമ്മതിക്കത്തില്ല ഗൈസ്. അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും പോകുന്ന വഴിക്കല്ലേ കാപ്പിൽ, സോ നമ്മൾ കാപ്പിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു ഗൈസ്. ഈ ഒരു ടൈമിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. എന്തായാലും വന്നില്ല, നമ്മൾ മാങ്ങയൊക്കെ കണ്ടപ്പോൾ മാങ്ങ മേടിക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഗൈസ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഞാൻ കണ്ടത്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ ഒരു ഇത്രയും അടിപൊളി വ്യൂ എനിക്ക് കിട്ടുന്നത്. എന്തായാലും വന്നേലേ, ഈ വ്യൂ കളയണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. ഇതൊക്കെയല്ലേ ഒരു രസം. അങ്ങനെ ദേ എന്നെക്കാളും മുമ്പ് എൻ്റെ മമ്മി ദേ ആ മാങ്ങയും കൊണ്ട് നേരെ നടന്നങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം കാലൊക്കെ നനച്ച് ഒരു 8 മണിയാവാറായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ്. എന്തായാലും ഈ ഒരു ടൈമിൽ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കാപ്പിൽ. എന്തായാലും എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.